നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും എൽഷദായ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജെറിൻ മേരികുഷി. സങ്കീർത്തനങ്ങൾ 91 പ്രതിനിധി. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമം അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. പ്രധാന വാർത്തകൾ. IPC ബദേൽ സഭ 2024 വിഭജന പ്രസ്ഥാനത്തിന് പൊതുനേതൃത്വം. യൗവനം തുടിക്കട്ടെ ക്രിസ്തുവിനായി, വിഭജനത്തിന് ഉത്തേജനമായി ബദേൽ PYPA. പോരാട്ട വീര്യവുമായി ബദേൽ സൺഡേ സ്കൂൾ തുടർച്ചയായി 3-ാം വട്ടവും കിരീടം ബദേൽ സൺഡേ സ്കൂൾ. പ്രതാപകാലം വിളിച്ചോതി ബദേൽ PYPA. കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. 18 വർഷങ്ങൾക്ക് ശേഷം കിരീടത്തിൽ മുത്തമിട്ടു. സഭയ്ക്ക് കൈത്താങ്ങും മുതൽക്കൂട്ടുമായി ബദേൽ PYPA. വാർത്തകൾ വിശദമായി. 2024-25 സൺഡേ സ്കൂൾ PYPA കമ്മിറ്റി തെരഞ്ഞെടുത്തു. 2024 ഫെബ്രുവരി 11-ാം തീയതി പാസ്റ്റർ ഡോക്ടർ ജോമോൻ തെക്കേക്കരയുടെ മഹനീയ അധ്യക്ഷതയിൽ PYPA സൺഡേ സ്കൂൾ കമ്മിറ്റി തെരഞ്ഞെടുത്തു. മുൻകാല ഭരണസമിതിയെ പൂർണ്ണമായും പിരിച്ചുവിട്ടതിനു ശേഷമാണ് പുതിയ കമ്മിറ്റിയെ IPC ബദേൽ ടൗൺ ചർച്ചിലെ ജനറൽ ബോഡി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തത്. രക്ഷാധികാരിയായി പാസ്റ്റർ ഡോക്ടർ ജോമോൻ തെക്കേക്കരയെ തുടർന്ന് ഈ ഭരണസമിതിക്ക് വേണ്ടി നിയോഗിച്ചു. രക്ഷാധികാരി എന്ന നിലയിൽ അദ്ദേഹം നൽകുന്ന പൂർണ്ണ പിന്തുണയും തന്റെ തീരുമാനങ്ങളും PYPA കമ്മിറ്റിക്ക് എന്നും മുതൽക്കൂട്ടായിരുന്നു. ബദേൽ PYPA പ്രസിഡന്റായി പാസ്റ്റർ ആൽവിൻ മാത്യുവിനെ സഭ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. തന്റെ മുൻകാലത്തിലെ അനുഭവ സമ്പത്ത്, എടുക്കുന്ന തീരുമാനങ്ങളെ ദൃഢനിശ്ചയം, തന്റെ ആത്മീയ കാഴ്ചപ്പാടിന്റെ ദർശനങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും കുറവുകൾ കണ്ടെത്തി മുൻനിരയിലേക്ക് എത്തിക്കുന്നതിനും തന്റെ പങ്ക് നിർണായകരമായി. PYPA കമ്മിറ്റിയിൽ ഒരു ഓൾറൗണ്ടറായി താൻ പ്രവർത്തിച്ചു വരുന്നു. PYPA സെക്രട്ടറിയായി സിസ്റ്റർ നന്മ സുസിൻ ദിലീപിനെ തെരഞ്ഞെടുത്തു. ശാന്തമായ രീതിയിലുള്ള തന്റെ പ്രവർത്തനങ്ങൾ കമ്മിറ്റിയിൽ ശ്രദ്ധേയമായിരുന്നു. കഴിവുകൾ പരമാവധി ഉപയോഗിക്കാൻ താൻ എപ്പോഴും അതിന് ശ്രദ്ധാലുവായിരുന്നു. PYPA ജോയിന്റ് സെക്രട്ടറിയായി അനഘ ബ്ലസനെ തെരഞ്ഞെടുത്തു. ഏത് കാര്യത്തിലും അനുകൂലമായി നിൽക്കുകയും അതോടൊപ്പം PYPA കാവൽക്കാരിയായും പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. PYPA ട്രഷററായി ബ്രദർ സ്റ്റീഫനെ നിയമിച്ചു. ഭൗതികമായ ആവശ്യങ്ങളിൽ തന്റെ പിന്തുണ ശ്രേഷ്ഠമായിരുന്നു. കമ്മിറ്റി മെമ്പേഴ്സായി മഹിമ, അമൽ, അനഘ, ജെർലിൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇവരുടെ പിന്തുണ PYPAക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി ഇവാഞ്ചലിസ്റ്റ് ദിലീപ് ജോയിനെ തെരഞ്ഞെടുത്തു. അധ്യാപകരായി പാസ്റ്റർ ജോമോൻ, സിസ്റ്റർ റെനി, ബ്രദർ രാജൻ, ബ്രദർ മനു, ബ്രദർ KB രാജൻ, സിസ്റ്റർ ജോളി സാജു, സിസ്റ്റർ ജോളി ഷൈജു എന്നിവർ നിലകൊണ്ടു. 27-ാം തീയതി മുതൽ 30-ാം തീയതി വരെ പവർ മിഷൻ ആഭിമുഖ്യത്തിൽ നടന്ന ഹോപ്പ് ഓഫ് സെലിബ്രേഷൻ എന്ന മീറ്റിംഗിൽ IPC ബദേൽ PYPAയുടെ നേതൃത്വത്തിൽ ഏകദേശം 35 പേരോളം പങ്കെടുത്തു. വളരെ സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങളും നടക്കുയാത്രയിൽ ലഘുവായ ഭക്ഷണവും PYPA ക്രമീകരിച്ചിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്തവർക്ക് അത് വലിയൊരു അനുഗ്രഹമായി തീർന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. IPC ബദേൽ സഭയുടെ കുട്ടികളുടെ പ്രസ്ഥാനമാണ് ബദേൽ സൺഡേ സ്കൂൾ. എല്ലാ സൺഡേയിലും രാവിലെ 7:45 മുതൽ 8:55 വരെ കൃത്യമായി നടക്കുന്നുണ്ട്. രക്ഷാധികാരിയായി പാസ്റ്റർ ഡോക്ടർ ജോമോൻ തെക്കേക്കരയും ഹെഡ് മാസ്റ്ററായി ഇവാഞ്ചലിസ്റ്റ് ദിലീപ് ജോയും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കും. ദൈവകൃപയാൽ സൺഡേ സ്കൂൾ വളരെ ചിട്ടയോടുകൂടെ തന്നെയാണ് പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. തുടർച്ചയായി 3-ാം തവണയും ചാമ്പ്യൻഷിപ്പ് നേടി ബദേൽ സൺഡേ സ്കൂൾ. സെപ്റ്റംബർ 25-ാം തീയതി ലോക്കൽ തലത്തിൽ താരക പരിശോധന നടക്കുകയും അതിൽ വിജയികളായവർ സെൻട്രൽ തലത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. സെൻട്രൽ തലത്തിൽ നടന്ന താരക പരിശോധനയിൽ ഏകദേശം 23 സഭകൾ പങ്കെടുക്കുകയുണ്ടായി. അതിൽ 89 പോയിന്റുകൾ വാങ്ങി IPC ബദേൽ സഭ തുടർച്ചയായി 3-ാം തവണയും കിരീടത്തിൽ മുത്തമിട്ടു. ഇതോടെ മാവേലിക്കര വെസ്റ്റ് സെന്ററിലെ ഓവറോൾ ചാമ്പ്യൻസ് ആകാൻ സാധിച്ചുവെന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. തുടർ വർഷങ്ങളിലും ഇതിലും മെച്ചമായ പ്രകടനം കാഴ്ചവെക്കാൻ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാത്തിരിപ്പിന്റെ വിരാമം കുറിച്ച് ബദേൽ PYPA. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്നത് അതാത് പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന തന്നെയാണ്. അത് തന്നെയാണ് കായംകുളം ബദേൽ സഭയുടെ യുവജന സംഘടന എന്ന് പറയാൻ സാധിക്കും. ഇവിടെ സെപ്റ്റംബർ 28-ാം തീയതി നടന്ന ലോക്കൽ തല താരക പരിശോധനയിൽ 6ഓളം പേർ പങ്കെടുക്കുകയും ഒക്ടോബർ മാസം 26-ന് നടന്ന താരക പരിശോധനയിൽ 8 പേരുമാണ് പങ്കെടുത്തത്. ഏകദേശം 21 സഭകൾ പങ്കെടുത്ത സെൻട്രൽ തല താരക പരിശോധനയിൽ വലിയ ശക്തരല്ലാഞ്ഞിട്ടും മറ്റ് സഭകളെക്കാൾ മികച്ച പ്രകടനം നടത്തുവാൻ ബദേൽ PYPA കഴിഞ്ഞു. 106 പോയിന്റ് വാങ്ങി ഫിനിഷിംഗ് പോയിന്റിലെ ക്ലൈമാക്സിൽ ബദേൽ PYPA 18 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഓവറോൾ ചാമ്പ്യൻസായി ചരിത്രം തിരുത്തിക്കുറിച്ചു. സഭയ്ക്ക് കൈത്താങ്ങായി ബദേൽ PYPA. ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധാരാധനയിൽ തപ്പിനോടും കിണത്തോടും കൂടെ ആരാധിക്കണമെന്ന ദൈവത്തിന്റെ വചനപ്രകാരം
ഇന്ന് പല സഭകളിലും മാന്യമായി നിൽക്കുന്നതും എന്നാൽ പൂർവ്വപിതാക്കന്മാർ ഉപയോഗിച്ചിരുന്നതുമായ തമ്പുരു നമ്മുടെ ആരാധനയുടെ ഭാഗമായി തീർന്നതിനും അത് ആരാധനയെ വലിയൊരു ആത്മപ്രകാശം നൽകുവാൻ ഇടയാകുന്നു എന്നതും വളരെ സ്മരണീയമായ ഒരു കാര്യമാണ്. അത് വാങ്ങി നൽകിയ PYPയുടെ ട്രഷററായി പ്രവർത്തിക്കുന്ന ബ്രദർ സ്റ്റീഫൻ അവരുടെ ഈ തരുണത്തിൽ അഭിനന്ദിക്കുന്നു. പുതുവർഷത്തിൽ IPC ബഥേൽ സഭയ്ക്ക് ബഥേൽ PYPയെ പുതിയൊരു ക്ലോക്ക് വാങ്ങിക്കൊടുത്തു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അത് സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇപ്പോൾ കിട്ടുന്ന വാർത്ത, കായംകുളം IPC ബഥേൽ ടൗൺ ചർച്ചിൽ വാർഷിക മീറ്റിംഗ് നടക്കുന്നു എന്നൊരു വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയെ പറ്റി അറിയാനായി നമ്മുടെ ലൈനിൽ ഇപ്പോൾ ബ്രദർ ആൽവിൻ ചേരുന്നുണ്ട്. ആൽവിൻ, കേൾക്കുന്നുണ്ടോ? അവിടെ എന്താണ് നടക്കുന്നത്? അതെ, എന്താണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കായംകുളം ബഥേൽ ടൗൺ ചർച്ചിൽ നടക്കുന്ന അറിയാൻ സാധിച്ചു. അതിന്റെ സത്യാവസ്ഥയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതെ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാനും ക്യാമറമാനും ചോദ്യമായിട്ട് ഇവിടെ എത്തിയിരുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒടുവിൽ 2017 ഇവിടെ PYPയുടെ മറ്റു വാർഷികം നടന്നതിന് ശേഷം കോവിഡും മറ്റ് പ്രശ്നങ്ങൾക്ക് മുഖാന്തരം ശേഷം നടന്നിരുന്നില്ലായിരുന്നു. എന്നാൽ ഈ 2025 ആദ്യത്തെ വിശുദ്ധ ആരാധനത്തിൽ ഇവിടെ പ്രോഗ്രാം നടക്കുമെന്നാണ്. ഏകദേശം 90ഓളം ആൾക്കാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ ഓരോ ആൾക്കാരും വളരെ ആവേശഭരിതരാണ്. അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് അതെ, തീർച്ചയായും ചെറിയ ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് ശേഷം PYPയുടെ വാർഷിക യോഗത്തിൽ ജിബിൻ ബാബു ഫാമിലിയുമായി, ബ്രേജോ ജോസഫ് ഫാമിലിയുമായി മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ വെല്ലിത്തെ ലൂക്കോസ് അച്ചായൻ ഇവർ മൂവരും പങ്കെടുക്കുന്നുള്ളതും വളരെ അനുഗ്രഹമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഇവിടെ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 90 പേർക്കും ഇവിടെ ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്ന പ്രോഗ്രാമുകളെല്ലാം ആവേശഭരിതമാണ്. കൊച്ചുകുട്ടികൾ അതുപോലെ തന്നെ പ്രായമുള്ള എല്ലാവരും വളരെ ആവേശഭരിതരാണ്. എല്ലാവരും ഒരുങ്ങി സുന്ദരന്മാരായും സുന്ദരിമാരുമായിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. മുമ്പെയാണെങ്കിൽ ഞങ്ങളുടെ ഇപ്പോൾ എന്നെ കാണാൻ കഴിയില്ലെങ്കിലും ക്യാമറമാൻ സുന്ദരികളായ പെൺകുട്ടികളെ ആൺകുട്ടികളെ തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ അറിയുന്നുണ്ട്. അതെ, നന്ദി ചെറിയ. തുടർന്നുള്ള വിശേഷങ്ങളും ഞങ്ങൾ പിന്നെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതെ, തീർച്ചയായും ഇവിടെ ടാലന്റ് ടെസ്റ്റിൽ ഈ കഴിഞ്ഞ വർഷം പങ്കെടുത്ത എല്ലാ വിജയിച്ചവർക്കും ഇവിടെ സമ്മാനം കൊടുക്കുന്നു എന്നുള്ളതും വളരെ എല്ലാ കുട്ടികളും ആവേശത്തോടെ ആയിരിക്കും. ഏകദേശം 12 മണിയോടെ ഈ മീറ്റിംഗ് 12 മണി കഴിയുമ്പോൾ തന്നെ അവസാനിക്കുന്നു വിശ്വസിക്കുന്നു. ഇതിന് ജോമോൻ തക്കീർ പാസ്റ്റർ ഇതിന്റെ പാറ്റേണായി പ്രവർത്തിക്കുന്ന അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നു, മുഖ്യ സന്ദേശം നൽകുന്നു, സമ്മാനദാനങ്ങളുണ്ട്. എല്ലാവരും ആവേശത്തോടെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതെ സാർ, അതെ, എല്ലാം ആവേശത്തോടെ നടക്കുന്നു. നേതൃത്വം കൊടുക്കുന്നവരും എല്ലാവരും ആവേശത്തിലാണ്. അതെ സാർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. സത്യത്തിനൊപ്പം നേരിനൊപ്പം എൽ ഷദായ് ന്യൂസ്.